ഹേ ഗായ്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ നമ്മൾ മെയിൻ്റെനൻസ്, അല്ലെങ്കിൽ നമ്മളിപ്പം വണ്ടിക്കൊരു എറർ വന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും കോഡ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതിപ്പം നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ നോളജും അപ്പം നിങ്ങൾക്ക് ഈ പ്രാവശ്യം പറഞ്ഞുതരാമെന്ന് ഓർത്തു. നിങ്ങളിപ്പോൾ ഏത് ജർമ്മൻ കാർ യൂസ് ചെയ്താലും അതിൻ്റേതായ ആപ്പുകളുണ്ട്, ടൂൾസുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ ഈ തൗസൻഡ്സ് ഓഫ് റുപ്പീസ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല മെക്കാനിക് ഷോപ്പിൽ. നിങ്ങളൊരു ടൂളിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് അത് യൂസ് ചെയ്യാം, ആ വണ്ടി ഉള്ളിടത്തോളം കാലം. അപ്പോൾ ഒരു ചെറിയ എഞ്ചിൻ ലൈറ്റ് വന്ന ഒരു കോഡ് വന്ന് നമ്മൾ അപ്പളെ മെക്കാനിക്കിൻ്റെ അടുത്തോട്ട് ഓടേണ്ട കാര്യമില്ല. അപ്പം ഇപ്പോൾ നമ്മുടെ വണ്ടികൾക്ക് ഇപ്പം BMW, മിനി, റോൾസ് റോയ്സ് ഈ ഫാമിലികൾക്ക് യൂസ് ചെയ്യണ ആപ്പും, അതുപോലെ തന്നെ വാഗ് ഫാമിലി, ഇപ്പോൾ വോക്സ്വാഗൻ ഓഡി ഗ്രൂപ്പിൻ്റെ അത് ഫാമിലിക്ക് യൂസ് ചെയ്യുന്ന ആപ്പുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ വണ്ടി നോക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ രണ്ട് മെയിൻ ആപ്പുകളാണ് ബീമർ ലിങ്ക്, ബീമർ കോഡ്. അപ്പം ബീമർ ലിങ്കും ബീമർ കോഡും പെയ്ഡാണ്, വൺ ടൈം പെയ്ഡാണ്. എന്ന് പറഞ്ഞാൽ $49. അപ്പോൾ നാട്ടിൽ വന്നാൽ 2500 രൂപയാവും നമുക്ക് ആപ്പ് പർച്ചേസ്. എനിക്കറിയത്തില്ല ഇന്ത്യയിലെ ആപ്പ് സ്റ്റോറിലുള്ള ഈ ആപ്പ് സ്റ്റോർ കൺട്രി റീജിയൻ മാറ്റിയിട്ടാൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് OBD റീഡർ. അത് വിപാക്കിൻ്റെ, ഇത് വിപാക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇപ്പോൾ കണ്ടറിയാം, വിപാക്കിൻ്റെ OBD ടൂളാണ്. ഇതിനും ഒരു $50, 2500. ഇപ്പോൾ ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പ്ലസ് ടൂൾ പർച്ചേസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും എല്ലാം വർക്ക് ചെയ്യും. അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ പരിപാടികളും, നിങ്ങൾക്ക് ഒരു ലൈറ്റ് വന്നു, അല്ലെങ്കിൽ രാവിലെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എഞ്ചിൻ ലൈറ്റ് വന്നു, അപ്പോൾ അതെന്നാന്ന് പറയുന്നത് ജസ്റ്റ് ഈ ടൂൾ കയ്യിലുണ്ട്, ഫോണിൽ സ്കാൻ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഇത് നമ്മൾ ഈ പറഞ്ഞ ആപ്പുകളെല്ലാം ഇപ്പം ബ്രാൻഡ് സ്പെസിഫിക് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ജനറിക്, ഇപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കാറിൽ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ജനറിക് യൂസ് ചെയ്യാം. ജനറിക് യൂസ് ചെയ്യാൻ ജസ്റ്റ് കോഡ് റീഡ് ചെയ്താൽ എല്ലാ മൊഡ്യൂളൊന്നും റീഡ് ആവണമെന്നില്ല. അതുപോലെ നമുക്ക് എല്ലാം കോഡ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ആ ബ്രാൻഡ് സ്പെസിഫിക് ഉള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യാനുള്ള പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ BMW യൂസ് ചെയ്യാനാണ് ബീമർ ലിങ്കും ബീമർ കോഡും. ബീമർ കോഡെന്ന് പറഞ്ഞാൽ BMW കോഡ് ചെയ്യാനൊക്കെ അപ്പം പല ഓപ്ഷൻസും ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് ഹിഡൻ ആയിരിക്കും. ഇപ്പം ബേസിക് പറഞ്ഞാൽ ഇതിപ്പോൾ ഓട്ടോ മോട്ടർ ഉള്ളതാണെങ്കിൽ ഈ മിറർ നമുക്ക് ഓട്ടോമാറ്റിക് ഇത് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കീ ക്ലോസ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് കോഡ് ചെയ്യാം. അതിൽ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്, എഞ്ചിൻ ലൈറ്റ് ബ്രൈറ്റ്നസ് കോഡ് ചെയ്യാം. അതുപോലെ പിന്നെ ബേസിക് ഇപ്പോൾ നമ്മൾ F30 ഒക്കെ ആണെങ്കിൽ ജനറേഷൻ, അല്ലെങ്കിൽ G20 ജനറേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലസ്റ്ററിൽ സ്റ്റാർട്ടപ്പിൽ ഇത് മാറ്റാം. ഇപ്പം സ്റ്റാർട്ടപ്പ് ആനിമേഷൻ ഉണ്ട്, അതിപ്പോൾ നമുക്ക് M ഇടാം, അല്ലെങ്കിൽ M3 ഇടാം, M4 ഇടാം, M5 ഇടാം. അത് ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതൊക്കെ വണ്ടിക്കകത്ത് ഹിഡനായി കിടക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റുന്നത്, ചിം സൗണ്ട് ഉണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് ക്ലിങ് 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 എന്ന് കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് മറ്റേ റോൾസ് റോയ്സിൻ്റെ ഇടാം, മിനിയുടെ ഇടാം. അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ്, അങ്ങനെ കുറേ ഹിഡൻ ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഈ ബീമർ കോഡ് വെച്ചിട്ട്. ബീമർ ലിങ്ക് എന്ന് പറഞ്ഞാൽ, ബീമർ ലിങ്ക് ശരിക്കും നമുക്ക് ബാക്കി ഡയഗ്നോസ്റ്റിക് പരിപാടികൾക്കൊക്കെ വേണ്ടിയാണ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നറിയാം, അതിനൊക്കെയാണ് ബീമർ ലിങ്ക് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഈ വണ്ടിക്ക് യൂസ് ചെയ്യണം. അപ്പം അത് നമ്മൾ ബീമർ കോഡ്, ഈ വണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ കാണാം, നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് നമ്മൾ തന്നെ കസ്റ്റം ചെയ്ത്, നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് കസ്റ്റം ചെയ്ത് ഹെഡ്ലൈറ്റ് നമ്മൾ പുറത്തൊന്നും കൊടുത്തില്ല. അപ്പം നമ്മൾ M4 സ്റ്റൈലിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിന് വോൾട്ടേജ് ഇപ്പം BMW ആണെങ്കിൽ നമ്മൾ DR മാത്രം ഇട്ടാൽ 12 വോൾട്ടിലായിരിക്കും വർക്ക് ചെയ്യണം. പക്ഷേ നമ്മൾ ഡിമ്മോ അല്ലെങ്കിൽ ബ്രൈറ്റോ ഇട്ടാൽ ഇതിൻ്റെ വോൾട്ടേജ് 7 ഇതിലോട്ട് ഡ്രോപ്പ് ചെയ്യും. അത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന വണ്ടിക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടിയൊക്കെ അറിയാം, സ്റ്റോക്ക് വണ്ടിയൊക്കെ നമ്മൾ ബ്രൈറ്റ് ഇടുമ്പം റിങ്ങിൻ്റെ ലൈറ്റ് ഡിമ്മാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കോഡ് ചെയ്ത് ഓൾ ടൈം 13 ആക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് കോഡ് ചെയ്യേണ്ടതെന്ന് അറിയാലായി നമ്മൾ ചിലപ്പോൾ എക്സ്പെർട്ട് മോഡുണ്ട്. ഇപ്പം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കാം, നമ്മളത് കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് എക്സ്പെർട്ട് മോഡിൽ പോയിട്ട് കോഡ് ചെയ്യാം. ഇതൊക്കെ എക്സ്പെർട്ട് മോഡിൽ പോയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്ങനെയാണ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബീമർ പോസ്റ്റ് ഒക്കെ പോലത്തെ ഫോറുണ്ട്, അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പല യൂസേഴ്സ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കോഡ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് എക്സ്റ്റൻഡർ ഉണ്ട്. ഇപ്പോൾ സീറ്റ് തുറക്കുമ്പോൾ സീറ്റ് ബെൽറ്റും കൊണ്ട് തന്നെ കൂപ്പ് ആയതുകൊണ്ട് അത് നമുക്ക് കോഡ് ചെയ്ത് ഓഫ് ചെയ്തിടണം. അത് നമുക്ക് യൂസ്ലെസ് ആണെന്ന് പറഞ്ഞാൽ, അത് സീറ്റ് ബെൽറ്റ് എപ്പോഴും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതൊക്കെ മാറ്റണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി നമ്മൾ ഡയഗ്നൈസ് അല്ലെങ്കിൽ OBD ടൂൾ കുത്തുമ്പോൾ വണ്ടി ഓൺ ആക്കണ്ട, ഇഗ്നിഷൻ ഓൺ ആക്കണം. അപ്പോൾ നേരെ ഇതെടുത്ത് നമ്മുടെ OBD പോർട്ടിൽ കുത്തുമ്പോൾ ബ്ലൂ ലൈറ്റ് വരും. ബ്ലൂ ലൈറ്റ് വന്നാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കുക. ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് ഈ ഒരു മോഡുണ്ടല്ലോ, നമ്മുടെ ക്ലസ്റ്ററും ഇതുമെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു മോഡിലെത്തുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി സ്ലീപ്പ് ആവാതിരിക്കണം.
വണ്ടി സ്ലീപ്പായി പോയാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്കൊക്കെ സ്ലീപ്പ് ആവണമെങ്കിൽ അത് ഇരട്ടി ഇഷ്യൂ. അപ്പം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് കണക്ട് ചെയ്തിടുക. സീറ്റ് ബെൽറ്റ് കണക്ട് ചെയ്തിട്ടാൽ ഒരിക്കലും അത് ഇതായി പോകും, സ്ലീപ്പ് മോഡിലോട്ട് പോകത്തില്ല. പിന്നെ എന്നാ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ബീമർ കോഡ് ഞാൻ കാണിച്ചു തരാം. ബീമർ കോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആപ്പ്, ബീമർ കോഡ്. അപ്പം ഇത് നമ്മൾ OBD കണക്ട് ചെയ്യുക, ഇഗ്നിഷൻ ഓൺ ആക്കുക, എന്നിട്ട് നമ്മളിവിടെ കണക്ട് കൊടുക്കണം. കണക്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ചോദിക്കുമോ OBD അഡാപ്റ്റർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ VPAC യൂസ് ചെയ്യണം, അപ്പോൾ VPAC തന്നെ കണക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വണ്ടി ചോദിക്കും, അപ്പോൾ ഏത് സീരീസാന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മളിപ്പോൾ ഇത് 3 സീരീസ് M3 അതിലാണ് നമ്മുടെ കിടക്കണം. അപ്പം നമ്മളതെടുക്കുക. അന്നിപ്പോൾ നമ്മുടെ ECU റീഡ് ആവാൻ തുടങ്ങി. ECU റീഡ് ആകുമ്പം പല പല മൊഡ്യൂളുണ്ടല്ലോ ഒരു വണ്ടിക്ക്. അപ്പം നമ്മുടെ ഫുട്വെൽ മൊഡ്യൂളുണ്ട്, ECU ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ക്ലസ്റ്ററുണ്ട്, അങ്ങനെ പല പല മൊഡ്യൂളിലോട്ടുണ്ട്. അപ്പോൾ ആ മൊഡ്യൂളെല്ലാം ഇങ്ങനെ റീഡാവും. അപ്പം ഇത് കണ്ടോ, ഇത് ഇത്രയും മൊഡ്യൂളുണ്ട്. ഇപ്പം ഇതിനകത്ത് ആക്റ്റീവ് അല്ലാത്ത മൊഡ്യൂൾ, ഇതിനകത്ത് റീഡ് ചെയ്യാൻ പറ്റാത്ത മൊഡ്യൂൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എയർ കണ്ടീഷന്, എയർ ബാഗ്, ഇങ്ങനെ ഓരോരോ മൊഡ്യൂളുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളുകൾക്കല്ലാത്ത നമുക്ക് പോകാം. ഇപ്പം ഫുട്വെൽ മൊഡ്യൂളാണ് ഇപ്പോഴും ലൈറ്റിങ്ങിൻ്റെ ഫുള്ള് കിടക്കണം. ലൈറ്റിങ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പം ഇലക്ട്രിക്കൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും കിടക്കണം നമ്മുടെ ഫുട്വെൽ മൊഡ്യൂളിനകത്ത്. അപ്പോൾ അതിനകത്ത് കയറുക, എന്നിട്ട് ഇപ്പോൾ സീറ്റ് ബെൽറ്റ് എക്സ്റ്റൻഡർ ഉണ്ട്, അത് ഓഫാക്കി ഇടുക. അതപ്പോൾ പിന്നെ ആണെങ്കിൽ കോഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പോകും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം, ഇപ്പോൾ നമ്മൾ ഫുട്വെൽ മൊഡ്യൂളിനകത്ത് നമുക്ക് ഇതുണ്ടോ, ഹോം കമ്മിങ് ലൈറ്റ്സ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കീ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കളയണ പരിപാടി, എത്ര നേരത്തേക്ക് വേണം, പിന്നെ ഡേ ടൈം റണ്ണിങ് ലൈറ്റിൻ്റെ കണ്ട ഇത് പല പല ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത് നമുക്ക് ഇതിപ്പോൾ നമുക്ക് കൂടുതൽ ഇതിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ നമുക്ക് വോൾട്ടേജ് ആണല്ലോ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്പെർട്ട് മോഡിൽ പോകണം. അപ്പോൾ ഇതിങ്ങനെ വാണിംഗ് ഒക്കെ വരും, നമ്മൾ അറിയാമെങ്കിൽ മാത്രമേ പോകാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഏതാണോ കോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്പെർട്ട് മോഡിൽ പോയിട്ട് നമ്മളത് ആ വാല്യൂ ഞങ്ങളിപ്പോൾ എടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 4th പോയിട്ട് എല്ലാവരും ചെയ്യണം. അത് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതാണ്. ബ്രൈറ്റ്നസ് ഇപ്പം നമ്മുടെ വാം ലൈറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ വൈറ്റ് LED ഇടുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റം ഹെഡ്ലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോഡ് ചെയ്യണം. അപ്പം അതിനിങ്ങനെ ചെയ്യണം. അപ്പം ഇത് നമുക്ക് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വാല്യൂസ് അറിയാൻ നമ്മൾ കറക്റ്റ് അവിടെ പോയിട്ട് നമ്മൾ വാല്യൂ ഇട്ടിട്ട് നമ്മൾ കോഡ് ചെയ്യുകയാണ് ചെയ്യണം. അപ്പം വേറെ എന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ പോവുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ റീഡ് ചെയ്യുക. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ സ്പീഡ് ഇപ്പം ഇത് അനലോഗ് ആണല്ലോ. അപ്പോൾ ഡിജിറ്റലിൽ നമുക്ക് താഴത്തെ കുഞ്ഞ് ഡിസ്പ്ലേ ചെയ്യാം. അത് ഈ വണ്ടി ഇപ്പോൾ പഴയ വണ്ടിയായിട്ട് ഇപ്പോൾ പുത്തൻ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ആനിമേഷൻ ഉണ്ട്, ചിം സൗണ്ട് ഉണ്ട്, അങ്ങനത്തെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ കോഡിങ് സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പം ഹിഡൻ ഫീച്ചേഴ്സ്, ഇപ്പോൾ പുത്തൻ വണ്ടിയൊക്കെ ഹിഡൻ ഫീച്ചേഴ്സ് പറയുന്നത് അതെല്ലാം നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് റിസർവ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഞാൻ 50 കിലോമീറ്റർ ആകുമ്പോൾ വാണിങ്ങി വരാൻ, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് കണ്ടോ, ഇത്ര 100 കിലോമീറ്റർ വരാം, 10 കിലോമീറ്റർ ആകുമ്പോൾ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഫ്യൂൽ റിസർവ് ആണ്. അപ്പോൾ ഇഗ്നിഷൻ സ്പീഡ് ലിമിറ്റ്, ഇപ്പം ഏത് സ്പീഡ് ലിമിറ്റ് നമുക്ക് വാണിങ്ങി വന്നത് അതെല്ലാം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളത് ഓഫ് ചെയ്തിട്ടേക്കും. അതുകൊണ്ട് ഡിജിറ്റൽ സ്പീഡോമീറ്റർ കറക്ഷൻ അത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. കണ്ട് ഡിജിറ്റൽ സ്പീഡ് ഓൺ ബോർഡ് കമ്പ്യൂട്ടർ, അതാണ് ഇവിടെ ക്ലസ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയതുകൊണ്ട് സ്പീഡ് ഇവിടെ കാണിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കോഡിങ് കിട്ടും. അതൊക്കെയാണ് ഈ ബീമർ കോഡിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ ബീമർ ലിങ്കിലോട്ട് വന്നാൽ അത് നമ്മൾ റീഡിങ് പർപ്പസ് ആണ്. അപ്പോൾ ആ ബീമർ ലിങ്കിൻ്റെ കാര്യങ്ങൾ ഞാനതിപ്പോൾ കാണിച്ചു തരാം. ബീമർ ലിങ്കിൻ്റെ ആപ്പ് ഇത് ഇങ്ങനെ വരും. ബീമർ ലിങ്ക് മുമ്പ് ബീമർ കോഡായിരുന്നു, ഇതിപ്പോൾ ബീമർ ലിങ്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുക. സെയിം ഏതാണെന്ന് ചോദിക്കും, അത് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അകത്തോട്ട് വരുമ്പം മറ്റേതിന് കോഡിങ് ആയിരുന്നു, ഇതിന് പക്ഷേ ഇത് നമ്മൾ മൊഡ്യൂൾസ് എല്ലാം റീഡാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ എറർ കിടപ്പുണ്ടെന്നുള്ളത്. ഇപ്പം ഇതിന് നമ്മൾ ഇനി ജർമ്മൻ വണ്ടി യൂസ് ചെയ്യണവർക്കറിയാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ മാറുവാണെങ്കിൽ കോഡ് ചെയ്യാൻ നമ്മൾ ഓടണം എന്ന് പറഞ്ഞാൽ ബാറ്ററി മാറും, അവർ ഡീലർഷിപ്പ് കോഡ് ചെയ്യാതെ വണ്ടി ഓടത്തില്ല. ഇത് ഈ ആപ്പ് ഉണ്ടായ നോർമൽ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് കോഡ് ചെയ്യാം. ബാറ്ററി എടുക്കുക, 12 വോൾട്ട്, അതിൻ്റെ ഇത് കാണിക്കും. ഇപ്പം എത്രയാണ് ഇതുള്ളതെന്ന് കണ്ടോ, എത്ര എച്ച് ആണ്, ഇതുണ്ട്, ഇവിടെയുണ്ട് രജിസ്റ്റർ ന്യൂ ബാറ്ററി. കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഇത് വീട്ടിൽ ഇരുന്ന് തന്നെ. ഇപ്പോൾ നമ്മൾ ലോക്കൽ ഒരു വർക്ക്ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ ഇവിടെ നിന്ന് ഒരു ബാറ്ററി എടുത്ത് കറക്റ്റ് ആംപിയർ അവർ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഷോർട്ട് സർക്യൂട്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ FRM എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ലോക്കൊക്കെ വന്ന് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇതെടുക്കുക, എന്നിട്ട് നോക്കുക. അപ്പം വണ്ടിക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടായി കിടപ്പുണ്ടോ, FRM എറർ ആണോ എന്നൊക്കെ ഇവിടുന്ന് തന്നെ അറിയാൻ പറ്റും. അല്ലാണ്ട് ഡീലർഷിപ്പിൽ പോയി ഓരോരുത്തരുടെ അടുത്ത് പോയി നോക്കേണ്ട കാര്യം. ഇതിപ്പോൾ കണ്ടോ, എല്ലാം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, ഇത്ര മൊഡ്യൂളുകൾ, മനസ്സിലായോ. അപ്പം ഇതാണ് വേറൊരെണ്ണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് റീസെറ്റ് ഇപ്പോൾ ഞങ്ങൾ സർവീസൊക്കെ തന്നെ എല്ലാവരും തന്നെത്താനാണ് ചെയ്യുന്നത്. ബ്രേക്ക് പാഡ് മാറുന്നത്, ഓയിൽ മാറുന്നതും ഒക്കെ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീലറിൽ പോലെ ഏത് നമുക്ക് ക്ലസ്റ്റർ റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ ക്ലസ്റ്റർ റീസെറ്റ് അറിയാൻ മേലാത്തവരാണെങ്കിൽ ഇതെടുക്കുക. ഇത് കണ്ടോ, ഇതിപ്പം
ഇത് ഇത്രയും സർവീസ് എല്ലാം റീസെറ്റ് ചെയ്യാം നമ്മൾ പണി കഴിഞ്ഞ്. ഇതൊക്കെ ഇത്രയും ഡ്യൂ ആയി ആവാറായിട്ടുണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് കണ്ടോ സർവീസ് ആയിട്ടുണ്ട്, വെഹിക്കിൾ ചെക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെറ്റ് സർവീസ് കൊടുക്കുക, അത് വെഹിക്കിൾ ചെക്ക് ഞങ്ങൾ ചെയ്തായിരുന്നു. കണ്ടോ, അതപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ECU റീഡായിട്ട് റീസെറ്റായി. ഇപ്പോൾ നമ്മൾ ഇതിന് ലിക്വിമോളിയുടെ 5W40 മോളിജൻ ഒഴിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം ഓയിൽ സർവീസ് ഡ്യൂ ഉണ്ടായിരുന്നു. ഓയിൽ സർവീസ് ഇപ്പോൾ നമ്മൾ റീസെറ്റിംഗ് സർവീസ് കൊടുത്തേക്കുക. അപ്പോൾ ആ ഓയിൽ സർവീസ് റീസെറ്റ് ആവണുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ക്ലസ്റ്റർ ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഹാൻഡിയാണ്, നമുക്ക് കൈ തന്നെത്താൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഡാഷ്ബോർഡ് നമുക്ക് കസ്റ്റം ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. ഇപ്പം എനിക്ക് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ കാണും. ഇപ്പം ഈ വണ്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂളൻ ടെമ്പറേച്ചർ എവിടെയും കാണിക്കത്തില്ല, ആകെ കാണിക്കുന്ന എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ ക്ലസ്റ്ററുള്ള. അപ്പോൾ നമുക്ക് കൂളൻ ടെമ്പറേച്ചറൊക്കെ മോണിറ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്ത് വിടുവാണെങ്കിൽ കണ്ടോ, അപ്പോൾ കസ്റ്റം ഡാഷ്ബോർഡ്. അപ്പം ഇതിങ്ങനെ ലോഡാകുമ്പോൾ കണ്ടോ, ഇതിനകത്ത് കൂളൻ ടെമ്പറേച്ചർ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഓടിച്ചിട്ടുള്ള ഇതുണ്ട്, വോൾട്ടേജ്, ബൂസ്റ്റ് പ്രഷർ, അതുപോലെ എഞ്ചിൻ RPM, എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ, എഞ്ചിൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ എത്ര മിച്ചമുണ്ട്, ഇതെല്ലാം ഇങ്ങനെ നമുക്ക് കസ്റ്റമായിട്ടൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് എല്ലാം കാണാൻ പറ്റും. അത് വേറൊരു കാര്യമാണ്, നമുക്ക് കുറച്ചുകൂടെ ഫുൾ വാല്യൂസ്, ഈവൻ ഇഞ്ചക്ടറിൻ്റെ ഇത്, ഫ്യൂവൽ പമ്പിൻ്റെ പ്രഷർ എല്ലാം നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഡേറ്റയാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ മെയിൻ വേണ്ടാണല്ലോ നമുക്ക് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വണ്ടിക്ക് എറർ ഉള്ളതെന്നാണല്ലോ അറിയേണ്ടത്. അപ്പം അതിലിവിടെ ഇത് കണ്ടോ, എറർ മെമ്മറി പോവുക, എറർ മെമ്മറി കണ്ടോ, ഐഡൻറ്റിഫൈ ECU. അപ്പം ECU ഇത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ ECU റീഡ് ചെയ്യുമ്പോൾ കണ്ടോ ഇത്രയും മൊഡ്യൂൾ, ഈ ടിക്ക് അയക്കണ അത്രയും മൊഡ്യൂൾസ് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക, സെലക്ട്. ഇപ്പം ഒന്നെങ്കിൽ നമുക്ക് സെലക്ടോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഐഡൻറ്റിഫൈ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് കണ്ടോ ഇപ്പം എറർ മെമ്മറി റീഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എറർ മെമ്മറി റീഡ് ആകുമ്പോൾ എന്തൊക്കെ എറർ ഉണ്ടെന്ന് കാണിക്കും. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് എറർ കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം കുറച്ച് എറർ ഉണ്ടെന്ന് വണ്ടിക്ക്. അപ്പം ആ എറർ എല്ലാം റീഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ആക്റ്റീവ് ആണോ നോൺ ആക്റ്റീവ് ആണോ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജ് ഈ ആപ്പിൻ്റെ പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ 2 എറേഴ്സ് ഫൗണ്ട് എന്നാണ് കാണിച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 2 എണ്ണം ഉണ്ടെന്ന്. ഇപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ 9C97. അപ്പം ഇത് കണ്ടോ, ഇപ്പം ഇത് എടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, എറർ പ്രസൻറ്റ് ആൻഡ് സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ എറർ ഇപ്പോൾ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഇത് നമ്മൾ കൊടുത്തിട്ടില്ല, ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇത് ഈ സാധനത്തിൻ്റെയാണ് ഇപ്പോൾ ഈ എറർ വന്നേക്കണം. അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ പ്രസൻ്റ് ആണ് അത്. നമുക്ക് ഇത് കണ്ടോ ഇവിടെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ അത് ക്ലിയർ ആയാലും വരും. എന്ന് പറയാം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീലറിലോട്ട് എപ്പോഴും ഓടേണ്ട കാര്യമില്ല. ചില എറർ നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഡീലറിൽ പോയേ പറ്റത്തുള്ളൂ. പക്ഷേ ബേസിക് ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്യും. ഇപ്പോൾ നാട്ടിലെല്ലാവരും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നവരാ. അപ്പം ഈ ഒരു ആപ്പ് ഒരു 5000 രൂപ മുടക്കാന്നുണ്ടെങ്കിൽ ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ പരിപാടി നടക്കും. ഇത് എപ്പോഴും നമ്മൾ വേറെ ആടെ പുറകെ പോയല്ല അവരോട് ചെയ്തു തരുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് എടുക്കുക, നോക്കുക, ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോറത്തിൽ കയറി വായിക്കുക എന്താ പ്രശ്നം എന്ന്. എന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പാർട്സ് ഓർഡർ ചെയ്തിട്ട് ലോക്കൽ മെക്കാനിക്കിനെ കൊണ്ട് മാറ്റുക. അപ്പം ഇത് ആരും എനിക്കറിയത്തില്ല, ഞങ്ങൾക്കൊന്നും ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ഞങ്ങളെല്ലാം തന്നെത്താൻ കണ്ടുപിടിക്കുകയോ പിന്നെ പുറത്തു നിന്നൊക്കെ വായിച്ച് ചെയ്യുക. അപ്പം ഈ ഒരു ബേസിക് ടൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് നമ്മൾ ട്യൂണിങ്ങിന് വേണ്ടി ഏത് ആപ്പ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ECU ട്യൂൺ തന്നെ. അതിന് MHD ഉണ്ട്. MHD ആപ്പ് ബേസ്ഡ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ JB4. ഇപ്പം ഇതാണ് MHDയുടെ ആപ്പ് വന്നത്. ഇപ്പോൾ MHDയുടെ ആപ്പ് ചെയ്യുക, നമുക്ക് ലോഞ്ച് ആപ്പ് കൊടുക്കുക, അപ്പോൾ ഇതിങ്ങനെ ലോഡാവും. എന്നിട്ട് അലോ കൊടുക്കുക. പിന്നെ ബാക്കി നമ്മുടെ ഇതൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഏതാണ് ഫ്ലാഷ് മാപ്പ്, ഇത് കണ്ടോ, അതോ എല്ലാം ഇങ്ങനെ നടപ്പുണ്ട്. കസ്റ്റം മാപ്പ്, അൺലോക്ക്, ഇതിനകത്തും റീഡ് ചെയ്യാം. പക്ഷേ ഇതിനകത്തേക്കാളും നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യണ ബീമർ ലിങ്ക് തന്നെയാണ് റീഡ് ചെയ്യാൻ. പക്ഷേ ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി MHDയുടെ ആപ്പ് യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് MHD എല്ലാ എൻജിൻസിനും ഇല്ല, സ്പെസിഫിക് N54, N55 കുറച്ചുള്ള നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും. അപ്പം ഇതാണ് നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ഇതാണ് MHD ട്യൂണിങ്ങിന് വേണ്ടിയുള്ള, എന്ന് വെച്ചാൽ ECU ട്യൂണിങ്ങിന് വേണ്ടിയുള്ള ആപ്പ് അതാണ്. നമ്മളിതിപ്പോൾ ഈ വണ്ടിയെ യൂസ് ചെയ്യണ ആപ്പാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിന് സ്റ്റേജ് 2+ ട്യൂൺ അടിച്ചേക്കണത്. ഇപ്പോൾ നിങ്ങളൊരു ഓട്ടോമാറ്റിക് BMW ഓടിക്കുന്നവരാണ്, ഇപ്പോൾ നമ്മൾ ECU ട്യൂൺ ചെയ്ത TCU ട്യൂണും അതുപോലെ തന്നെ ചെയ്യണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആപ്പാണ് ഈ XHP എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ XHPയുടെ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് വണ്ടി കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടില്ല, നമ്മൾ ട്യൂൺ നേരത്തെ വണ്ടി ചെയ്തുകൊണ്ടാണ് ഈ ആപ്പ് ഉള്ളത്. അപ്പം ഈ XHP എന്ന് പറഞ്ഞ ആപ്പ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടറിയാം, ഇതാണ് ആപ്പ് നോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3+ ട്യൂൺസ് ഉണ്ട് ട്രാൻസ്മിഷന്. അപ്പോൾ വണ്ടിയുടെ അതനുസരിച്ചിട്ട് നമുക്ക് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ECU ട്യൂൺ ഭയങ്കര പെർഫോമൻസ്. ഒരു ടിപ്ട്രോണിക് ഇതാണെങ്കിൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ അതൊരു DCT പെർഫോമൻസ് കിട്ടും. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് ഈ XHP ടൂൾ വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ XHP ആ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ തന്നെ വേറെയാണ് XDelete എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ആപ്പ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സ് ഡ്രൈവ് ആ വണ്ടിയാണെങ്കിൽ, ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ കേസിൻ്റെ ആക്ച്വേറ്റർ നമുക്ക് ഇത് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ട് പോകാറ്. അപ്പോൾ റിയർ വീൽ ഡ്രൈവ് മാത്രമായിട്ട് അത് വർക്ക് ചെയ്യും. അത് വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇതുവരെ നമുക്ക് ചെയ്തവർക്കൊന്നും കിട്ടിയിട്ടില്ല. അത് ചെയ്യണതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് വേണ്ടപ്പോൾ ഓൾ വീൽ ഡ്രൈവിലോട്ട് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവായിട്ട് വണ്ടി കൊണ്ടുപോയി നടക്കാം. അപ്പോൾ അതൊരു ഫൺ പർപ്പസിന് എററൊന്നും വരത്തില്ല. ഇപ്പം ചെറിയ ബേണൗട്ടൊന്നും അടിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രിഫ്റ്റൊക്കെ ചെയ്താൽ പോലും. അപ്പം എച്ച് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പും ഹെൽപ്ഫുൾ ആണ് BMW ഫാമിലിക്ക് വേണ്ടി. ഇതിപ്പോൾ BMW ഫാമിലിയുടെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊരു വോക്സ്വാഗൻ ഓഡി ഗ്രൂപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ അതിന് ഇതാണ് OBD11 എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് വേണ്ടത്. അപ്പം ഇതിൻ്റെ വെബ്സൈറ്റ് നമ്മളിപ്പോൾ നമ്മൾ ആ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കണ്ടോ. അതിൻ്റെ വിത്ത് അഡാപ്റ്ററാണ് വരുന്നത്. അഡാപ്റ്ററും ഫോണിലുള്ള ആപ്പും. അപ്പം അതെനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഒരു $200 അടുത്ത് വരും അതിൻ്റെ ഫുൾ ഓപ്ഷൻ പാക്കേജിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡാപ്റ്റർ പ്ലസ് ആപ്പിന് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ. അപ്പം അതും ഇതുപോലെ തന്നെ നമുക്ക് ഹിഡൻ ഫീച്ചേഴ്സ് കോഡ് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ആനിമേഷൻ കോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് S6 S5 അങ്ങനെ പല കോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ഈ ആനിമേഷനൊക്കെ അങ്ങനത്തെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സെയിം ഫീച്ചേഴ്സും നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. വോക്സ്വാഗനാണല്ലോ ഓഡിയാണല്ലോ ഈ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഈവൻ കോഡ് നമുക്ക് റീഡ് ചെയ്യാനും. BMW ഇപ്പോൾ നമ്മൾ 2 ആപ്പ്, ബീമർ ലിങ്കും ബീമർ കോഡും ഉണ്ട്. പക്ഷേ ഇത് വാഗ് ഫാമിലിക്ക് OBD11 എന്നുള്ള സിംഗിൾ ആപ്പ് മതി. അതിനകത്ത് തന്നെ നമുക്ക് റീഡും റൈറ്റും ചെയ്യാം. അറ്റ് ദി സെയിം ടൈം നമുക്ക് എറർ റീഡ് ചെയ്യാനും പറ്റും. അപ്പം അതാണ് നമുക്ക് ഇതിനു വേണ്ടി വാഗ് ഫാമിലിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാനുള്ളൊരു ബെറ്റർ ആപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആപ്സ്. ബീമർ ലിങ്ക്, ബീമർ കോഡ്, MHD, HHP, എച്ച് ഡിലീറ്റ്, അതുപോലെ തന്നെ OBD11. ഇതൊക്കെയാണ് ബേസിക് ആപ്പ്. നിങ്ങൾക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുപോയി നടക്കും. ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഈ ആപ്പിനെല്ലാം തന്നെ ഈ സെയിം അഡാപ്റ്റർ കോമ്പാക്റ്റബിൾ ആണ്. അപ്പോഴത്തേക്കും അത് എപ്പോഴും ഈ അഡാപ്റ്ററിന് വേണ്ടി നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ആപ്പിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അത് വൺ ടൈം പർച്ചേസ് ആണ്. ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പം താങ്ക്സ്. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പീസ്.